എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. എക്സാം എക്സ്പ്രസിന്റെ മറ്റൊരു ക്ലാസ്സുമായിട്ടാണ് നമ്മൾ മുന്നിലേക്ക് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് വിവിധ സബ്ജക്റ്റുകളിൽ നിന്നായി വിവിധ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പലതും നിങ്ങൾ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരു റിവിഷൻ പോലെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ജോഗ്രഫി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്നും നമ്മൾ അവസാനമായിട്ട് കേരള ജോഗ്രഫിയിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കണ്ടത്. മെയിൻലി 2025 നടന്നിട്ടുള്ള എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യ പേപ്പറുകളാണ് നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ വിശകലനത്തിനെടുത്തത്. അതിൽ വേൾഡ് ജോഗ്രഫി എന്ന് പറയുന്ന ഭാഗവും കേരള ജോഗ്രഫി എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും ആ മേഖലകളിൽ നിന്ന് മാക്സിമം നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു റിവിഷൻ നമ്മൾ അവിടെ എടുത്തും കഴിഞ്ഞു. എങ്കിൽ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും കടന്നു പോകുന്നത് ഏത് മേഖലയായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. ഇന്ത്യൻ ജോഗ്രഫിയാണ്. നിങ്ങൾ തംബ്നെയിലിൽ ആൾറെഡി കണ്ടതാണ്. ഇന്ന് ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2025 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട നിങ്ങൾ ഓർത്തിരിക്കേണ്ട നിങ്ങൾക്കൊരു റിവിഷൻ ആയിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ നിങ്ങൾക്ക് ഓർക്കുവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതുമായി ബന്ധപ്പെട്ട മാക്സിമം കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം, സമയം കളയണ്ട. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇന്ദ്രാവതി, ശബരി എന്നീ നദികൾ ഏത് ഉപദ്വീപീയ നദിയുടെ പോഷക നദികളാണ്? ഓപ്ഷൻ എ മഹാനദി, ഗോദാവരി, കൃഷ്ണ, താപ്തി. ഇതാണ് 4 ഓപ്ഷൻസ്. 2025 3-ാം മാസം 11-ാം തീയതി നടന്ന എക്സാം ആണിത്. 2024/334, 2024/289, 2024/290 കാറ്റഗറി എക്സാമിന് നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണിത്. ജോഗ്രഫിയിലെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും നദികളുടെ ഭാഗത്ത് നിന്നുമുള്ള ഒരു ചോദ്യമാണ്. ഇതിന്റെ ഉത്തരം എന്താണ് എന്ന് ഞാൻ പറയുന്നില്ല. അതിനു മുമ്പ് ഞാൻ അടുത്തൊരു ചോദ്യവും നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഇതും മറ്റൊരു PSC ചോദ്യമാണ്. നർമ്മദ, കൃഷ്ണ, ഗോദാവരി, മഹാനദി. ഇതിനുമുള്ള ഉത്തരം നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എങ്കിൽ ഒരു ചോദ്യത്തിലൂടെ ഞാൻ പോവുകയാണ്. താഴെ പറയുന്നവയിൽ പൂർവഘട്ടത്തെ മുറിച്ചൊഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏതെല്ലാം? ഇവിടെ നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കുണ്ട്, പൂർവഘട്ടം. പെട്ടെന്ന് മനസ്സിലേക്ക് പശ്ചിമഘട്ടം എന്നുള്ളൊരു ഐഡിയ വരും. ഒന്നും നോക്കാതെ നിങ്ങൾ ഇതിൽ നിന്ന് ഉത്തരം കണ്ടെത്തും. തെറ്റിപ്പോകും മക്കളെ. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക. പൂർവഘട്ടമാണ് എന്ന് നന്നായിട്ട് ഓർത്തു വയ്ക്കണം. ഈ ഒരു ചോദ്യ പേപ്പർ 2025 4-ാം മാസം ഈ വർഷം ഏപ്രിലിൽ നടന്ന എക്സാമിന്റെ ചോദ്യ പേപ്പറാണ്. 2024/288 എന്ന് പറയുന്ന കാറ്റഗറി എക്സാമിന് നടന്ന ചോദ്യം. ഇത് ഒരുപാട് പേര് തെറ്റിച്ചു. വേറൊന്നും കാരണമല്ല, പൂർവഘട്ടം എന്നുള്ള വാക്ക് അവർ പശ്ചിമഘട്ടമായി തെറ്റിദ്ധരിച്ച് ഉത്തരം എഴുതി. അപ്പൊ പൂർവഘട്ടത്തെ മുറിച്ചൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിലുള്ളത് നർമ്മദ, മഹാനദി, കൃഷ്ണ, താപ്തി. ഈ 4 നദികളിൽ ഏതൊക്കെയാണ് പൂർവഘട്ടത്തെ മുറിച്ചൊഴുകുന്ന നദികൾ എന്നാണ് ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത്. ഇനി ഒരു ചോദ്യം കൂടെ നമുക്ക് പരിചയപ്പെടാം. താഴെ പറയുന്നവയിൽ അജ്മീറിനടുത്ത് ആരവല്ലി പർവ്വതനിരയിൽ നിന്നും ഉത്ഭവിക്കുന്ന ലൂണി നദിയുടെ പോഷക നദികളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ ലിൽറി, ഓപ്ഷൻ ബി സുക്രി, ഓപ്ഷൻ സി ബെത്തുവ, ഓപ്ഷൻ ഡി ജവായ്. 2025 നടന്ന മറ്റൊരു എക്സാമിന്റെ ചോദ്യ പേപ്പറിലെ ഒരു ചോദ്യമാണിത്. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ 4 ചോദ്യങ്ങളാണ് എടുത്തത്. ഈ 4 ചോദ്യങ്ങളും എന്തിനെ ഫോക്കസ് ചെയ്യുന്നതാണ് എന്ന് ഞാൻ ഇനി എടുത്തു പറയേണ്ട കാര്യമില്ല. നദികളെ കുറിച്ചുള്ള കാര്യം, ഇന്ത്യൻ നദികളെ കുറിച്ചുള്ള കാര്യമാണ്. ലൂണി നദിയുടെ പോഷക നദികളൊന്നും നമ്മളധികം ശ്രദ്ധിക്കപ്പെടാത്ത ഒന്നാണ്. പക്ഷേ ഈ ലൂണി നദിയുടെ പോഷക നദികൾ എന്നൊക്കെ പറയുന്നതും പ്യുവർലി നമ്മുടെ SCERT പാഠഭാഗത്തിൽ നിന്നും മാത്രമുള്ള ചോദ്യമാണ്. ഞാൻ ഇന്ന് നിങ്ങളെ കണ്ണോടിപ്പിക്കാൻ പോകുന്നതും നദികളെ കുറിച്ച് നമ്മുടെ SCERT പറയുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് റിവിഷൻ പോലെ ഞാൻ വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. എന്തൊക്കെയാണ് നദികളെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ? പ്രധാനമായിട്ടും നമുക്കറിയാവുന്ന കാര്യം ഇതാണ്: ഇന്ത്യയിലെ നദികളെ നമ്മൾ 2ആയി തരംതിരിക്കാറുണ്ട്. ഒന്ന് ഹിമാലയൻ നദികൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയും മറ്റൊന്ന് പെനിൻസുലാർ നദികൾ എന്ന് പറയുന്ന മറ്റൊരു ഭാഗവും. ഹിമാലയൻ നദികൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഹിമാലയൻ നദികൾ ത്രൂ ഔട്ട് ദി ഇയർ അല്ലെങ്കിൽ എപ്പോഴും വെള്ളം കാണപ്പെടുന്ന നദികളാണ് പൊതുവെ ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത്. വറ്റിപ്പോകാത്ത നദികൾക്ക് ഉദാഹരണമാണ് ഹിമാലയൻ നദികൾ. എന്നാൽ പെനിൻസുലാർ നദികൾ എന്ന് പറയുന്നത് അങ്ങനെയല്ല, വറ്റിപ്പോകുന്ന നദികളാണ് പെനിൻസുലാർ നദികൾ എന്ന് പറയുന്നവ. സോ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതൊക്കെയാണ് ഹിമാലയൻ നദികളിൽ ഉൾപ്പെടുന്നത്. ഹിമാലയൻ നദികളിൽ ഉൾപ്പെടുന്നതിൽ ഒന്നാണ് സിന്ധു നദി, അതുപോലെ മറ്റൊന്നാണ് ഗംഗാ നദി, അതുപോലെ മറ്റൊന്നാണ് ബ്രഹ്മപുത്ര നദി. ഇത് 3ഉമാണ് ഹിമാലയൻ നദികൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഇനി പെനിൻസുലാർ നദികൾ എന്ന് പറയുന്ന ഭാഗത്ത് വരുമ്പോൾ പ്രധാനമായിട്ടും വരുന്ന നദിയാണ് ഒന്ന് ഗോദാവരി, രണ്ടാമതായിട്ട് നമ്മൾ മഹാനദി, അതുപോലെ കൃഷ്ണ നദി, കാവേരി, നർമ്മദ, താപ്തി. ഇത്രയും നദികളെയാണ് പെനിൻസുലാർ നദികൾ എന്ന് നമ്മൾ പൊതുവെ പറയാറുള്ളത്.
സരസ്വതി ഉണ്ട്, അതേപോലെ തന്നെ ഈ പറയുന്ന ലൂണി നദിയുണ്ട്. ഈ നദികളെയും ഒക്കെ നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ പറ്റും. സോ ഇതാണ് പ്രധാനപ്പെട്ട നദികൾ എന്ന് പറയുന്നത്. ഹിമാലയത്തിലെയും പെനിൻസുലാർ ഭാഗത്തെയും പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങൾ പഠിച്ചു. എങ്കിൽ ഈ നദികളെ മറ്റൊരു രീതിയിൽ കൂടെ നമുക്ക് തരംതിരിക്കാം. അത് ഒഴുക്കിന്റെ ദിശയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. ഒഴുക്കിന്റെ ദിശ നോക്കി നമുക്ക് പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളെന്നും കിഴക്കോട്ടൊഴുകുന്ന നദികളെന്നും രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. ഇതിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ രണ്ടെണ്ണം ഗംഗയും ബ്രഹ്മപുത്രയുമാണ്. അതുപോലെ തന്നെ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഈ പറയുന്ന പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് സിന്ധു നദി, അതുപോലെ മറ്റൊരു നദി എന്ന് പറയുന്നത് നർമ്മദാ നദി, അതുപോലെ മറ്റൊന്നാണ് താപ്തി നദി. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് രീതിയിൽ നദികളെ തരംതിരിക്കാൻ പറ്റും. ഒന്ന് ഹിമാലയൻ നദികളെന്നും മറ്റൊന്ന് പെനിൻസുലാർ റിവേഴ്സ് അല്ലെങ്കിൽ പെറിനിയൽ റിവേഴ്സ് എന്നും നോൺ പെറിനിയൽ റിവേഴ്സ് എന്നും നമ്മൾ പറയാറുണ്ട്. അതുപോലെ മറ്റൊന്നാണ് വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ആൻഡ് ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ്, പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും ഒഴുകുന്ന നദികൾ. ഇങ്ങനെയാണ് നദികളെ നമുക്ക് തരംതിരിക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഈ പറയുന്ന നദികളുടെ പ്രത്യേകതകളിലേക്ക് ഒന്ന് കടക്കാം. സിന്ധു നദിയെ കുറിച്ച് പറയുമ്പോൾ സിന്ധു നദിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മാനസരോവർ തടാകത്തിന് അടുത്തു നിന്നും ഉത്ഭവിക്കുന്ന ഒരു നദിയാണ് സിന്ധു നദി എന്ന് പറയുന്നത്. മാനസരോവർ തടാകത്തിന് അടുത്തുള്ള ബൊക്കാർച്ചു എന്ന് പറയുന്ന ഹിമാനിയിൽ നിന്നുമാണ് ആര് ഒഴുകിത്തുടങ്ങുന്നത്, സിന്ധു നദി ഒഴുകിത്തുടങ്ങുന്നത്. അതേപോലെ ഈ പറയുന്ന സിന്ധു നദിയുടെ നീളം എന്ന് പറയുന്നത് നമ്മുടെ SCERT പ്രകാരമാണെങ്കിൽ 2880 കിലോമീറ്റർ ആണ്. ഈ നദിയുടെ 709 കിലോമീറ്റർ മാത്രമേ നമ്മുടെ ഇന്ത്യയിലുള്ളൂ. ബാക്കി ഭാഗം ഒഴുകുന്നത് ഏതിലൂടെയാണ്, പാകിസ്ഥാനിലൂടെയാണ്. നമുക്ക് നന്നായിട്ട് അറിയാം. സിന്ധുവിന്റെ പോഷക നദികൾ അറിയാം. സിന്ധുവിന്റെ പോഷക നദികളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രീറ്റിയാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് പറയുന്നത്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ചകൾ കേട്ടിട്ടുള്ള റീസെന്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു കാര്യം നന്നായിട്ട് അറിയാം. സിന്ധുവിന്റെ ഏതൊക്കെ നദികളാണ് പാകിസ്ഥാന് അവകാശമുണ്ടായിരുന്നതെന്നും അതേപോലെ ഏതൊക്കെ നദികളാണ് ഇന്ത്യക്ക് അവകാശമുണ്ടായിരുന്നതെന്നും നിങ്ങൾക്ക് അതുവഴി മനസ്സിലാക്കാൻ പറ്റും. സോ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പൊ സിന്ധു നദിയെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടി. എങ്കിൽ അടുത്തതായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് ഗംഗാ നദിയെക്കുറിച്ചാണ്. നമുക്കറിയാം ഗംഗാ നദിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖ് ഹിൽസിൽ നിന്നും ഉത്ഭവിച്ചു തുടങ്ങുന്ന ഒരു നദിയാണ് ഈ പറയുന്ന ഗംഗാ നദി. ഈ ഗംഗാ നദിയുടെ പ്രധാന പോഷക നദികളാണ് ഈ പറയുന്ന യമുന, ഘാഗ്ര, ഗണ്ഡക്, കോസി എന്നൊക്കെ പറയുന്ന നദികൾ. ഏകദേശം 2500 കിലോമീറ്റർ നീളമുള്ള ഒരു നദിയാണ് ഈ പറയുന്ന ഗംഗാ നദി എന്ന് പറയുന്നത്. ഹിമാലയൻ നദികളിലെ രണ്ട് പ്രധാനപ്പെട്ട നദികളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഒന്ന് ഗംഗാ നദിയും മറ്റൊന്ന് സിന്ധു നദിയും. ഈ രണ്ട് നദികളെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഹിമാലയൻ നദികളിലെ മൂന്നാമത്തെ നദിയാണ് ബ്രഹ്മപുത്ര നദി. ബ്രഹ്മപുത്ര നദിയെക്കുറിച്ച് പറയുമ്പോൾ മാനസരോവർ തടാകത്തിന് അടുത്ത് തന്നെയുള്ള ചെമയുങ്ഡുങ് ഹിമാനി എന്ന് പറയുന്ന ഹിമാനിയിൽ നിന്നുമാണ് ആര് ഒഴുകിത്തുടങ്ങുന്നത്, ഈ ഒരു ബ്രഹ്മപുത്ര നദി ഒഴുകിത്തുടങ്ങുന്നത്. ബ്രഹ്മപുത്രയുടെ പ്രധാന പോഷക നദികളാണ് ദിബാങ്, ലോഹിത്, മനാസ് എന്നൊക്കെ പറയുന്നത് ബ്രഹ്മപുത്രയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ്. കിഴക്കൻ ഹിമാലയത്തിലെ ഒരു പ്രധാനപ്പെട്ട നദീവ്യൂഹമാണ് ഈ പറയുന്ന ബ്രഹ്മപുത്ര നദി എന്ന് പറയുന്നത്. ഈ ബ്രഹ്മപുത്ര നദിയിലാണ് മജുലി എന്ന് പറയുന്ന ദ്വീപൊക്കെ സ്ഥിതി ചെയ്യുന്നത്. സോ അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു നദിയാണ് ബ്രഹ്മപുത്ര. ഏകദേശം ബ്രഹ്മപുത്രയുടെ മൊത്തം ദൈർഘ്യം എന്ന് പറയുന്നത് 2900 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം. പക്ഷേ നമ്മുടെ പാവം ഇന്ത്യയിലൂടെ 725 കിലോമീറ്റർ മാത്രമേ ഒഴുകുന്നുള്ളൂ. അതാണ് ബ്രഹ്മപുത്ര നദിയുടെ പ്രത്യേകത. നിങ്ങൾക്കറിയാം ബ്രഹ്മപുത്ര നദിയുമായി റിലേറ്റ് ചെയ്തും ഒരു കറണ്ട് ഇഷ്യൂ നമുക്കുണ്ട്. എന്താണ്? ചൈന ബ്രഹ്മപുത്ര നദിയിലാണ് ഒരു ഡാം കെട്ടാൻ പോകുന്നു എന്നുള്ള വാർത്ത നിങ്ങൾ കേട്ടത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ചർച്ചകളിൽ കേട്ടതാണ്. അതും ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. സോ 3 പ്രധാനപ്പെട്ട നദികൾ, അതായത് ഇന്ത്യയിലെ ഹിമാലയൻ നദികളെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടി. അല്ലെങ്കിൽ SCERT നിന്നുള്ള പ്രധാനപ്പെട്ട ഫാക്ടുകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലായി. അതായത് നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. മാനസരോവർ തടാകത്തിനടുത്ത് ബൊക്കാർച്ചു ഹിമാനിയിൽ നിന്നുമാണ് ആരുത്ഭവിക്കുന്നത്, സിന്ധു നദിയും ഇതിന്റെ പോഷക നദികളും ഉത്ഭവിക്കുന്നത്. വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്ക് വ്യൂഹമാണ് സിന്ധു നദി. വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്ക് വ്യൂഹം മറന്നു പോകരുത്. എവിടത്തെ പ്രധാനപ്പെട്ടതാണ്? വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിലെ. രണ്ടാമതായി ഗംഗാ നദിയിലേക്ക് വരുമ്പോൾ ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ നിന്നും ഉത്ഭവിക്കുന്നു. ഗംഗാ നദിയും അതിന്റെ പോഷക നദികളുമായ യമുന, ഘാഗ്ര, ഗണ്ഡക്, കോസി തുടങ്ങിയവയാണ് ഇതിലെ പ്രധാനപ്പെട്ട പോഷക നദികൾ. ഉത്തരാഖണ്ഡ്, നേപ്പാൾ ഹിമാലയത്തിലെ പ്രധാന നദികൾ ഏതൊക്കെ ഭാഗമാണ്? ഉത്തരാഖണ്ഡും നേപ്പാൾ ഹിമാലയം. ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട നദികളാണ് ഏത്? ഈ പറയുന്ന ഗംഗോത്രി ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാ നദിയും അതിന്റെ മറ്റ് പോഷക നദികളും. മാനസരോവർ തടാകത്തിനടുത്ത് ചെമയുങ്ഡുങ് ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ബ്രഹ്മപുത്രയും അതിന്റെ പോഷക നദികളായ ദിബാങ്, ലോഹിത്, മാനസ്
മുതലായവയുമാണ് കിഴക്കൻ ഹിമാലയത്തിലെ നദീവ്യൂഹം. അപ്പൊ കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന നദീവ്യൂഹം ചോദിച്ചാൽ അത് ബ്രഹ്മപുത്ര നദിയാണ്. ഇവിടെ 3 പോയിന്റ് മക്കളെ നിങ്ങൾക്ക് കിട്ടി. വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാന നദി ചോദിച്ചാൽ അത് സിന്ധുവും സിന്ധുവിന്റെ പോഷക നദികളും. ഈ പറയുന്ന നേപ്പാൾ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ പ്രധാന നദികൾ ചോദിച്ചാൽ അത് ഗംഗയും ഗംഗയുടെ പോഷക നദികളും. ഫൈനലി കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്ക് വ്യൂഹം ചോദിച്ചാൽ ബ്രഹ്മപുത്ര നദീവ്യൂഹം. സോ 3 നദികളെ ചുറ്റപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, ഇതും ഒരു SCERTയുടെ തന്നെ ഒരു കട്ടാണ്. സിന്ധു നദി, ടിബറ്റിലെ മാനസരോവർ തടാകം, ഏകദേശം 2880 കിലോമീറ്റർ. ഈ നദിയുടെ 709 കിലോമീറ്റർ മാത്രമേ ഇന്ത്യയിലൂടെ ഒഴുകുന്നുള്ളൂ. ഗംഗാ നദി ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖ് ഗുഹയിൽ നിന്ന് ഉത്ഭവിക്കുന്നു, ഏകദേശം 2500 കിലോമീറ്റർ ദൈർഘ്യം. ബ്രഹ്മപുത്ര നദി ടിബറ്റിലെ ചെമയുങ്ഡുങ് ഹിമാനിയിൽ നിന്ന് ഏകദേശം 2900 കിലോമീറ്റർ. ഇന്ത്യയിലെ നീളം 725 കിലോമീറ്റർ മാത്രം. അപ്പൊ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ ഏതൊക്കെയാണ്, ഹിമാലയൻ നദികളുടെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കി എങ്കിൽ അടുത്ത നമുക്ക് പഠിക്കേണ്ടത് പെനിൻസുലാർ നദികളിലേക്കാണ് നമ്മൾ പോകുന്നത്. പെനിൻസുലാർ നദിയിലേക്ക് പോകുമ്പോൾ മഹാനദി എന്ന് പറയുന്നത് ഏകദേശം 857 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു നദിയാണ് മഹാനദി എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഈ പറയുന്ന മഹാനദിയുടെ 2 പോഷക നദികളാണ് ഇബ്ബും ടെല്ലും. സോ ഈ പറഞ്ഞ മഹാനദിയുടെ പോഷക നദികൾ ചോദിച്ചാൽ ഏതാ മക്കളെ? ഇബ്ബും ടെല്ലും. നിങ്ങൾക്കറിയാം മഹാനദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിലെ റായ്പൂരിലെ സിഖാവ കുന്നിൽ നിന്നുമാണ് ഈ പറയുന്ന മഹാനദി ഒഴുകുന്നത്. ഈ മഹാനദിയുടെ നദീവ്യൂഹം, ഈ പറയുന്ന മഹാനദിയുടെ നദീതടം ഉൾക്കൊള്ളുന്നത് ഏതൊക്കെ പ്രദേശങ്ങളിലാണെന്ന് ചോദിച്ചാൽ അത് ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശ്, ഈ 3 സംസ്ഥാനങ്ങളിലായിട്ടാണ് മഹാനദിയുടെ നദീതടം വ്യാപിച്ചു കിടക്കുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഒരു നദി കൂടെ ആയിട്ടുണ്ട് മഹാനദി. 857 കിലോമീറ്റർ. ഉത്ഭവം എവിടെ നിന്നാണ്? ഛത്തീസ്ഗഡിലെ സിഹാവ കുന്നുകളിൽ നിന്ന്. പോഷക നദികൾ ഏതൊക്കെയാണ്? പഠിച്ചു വെക്കണം, ചോദിക്കും, നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇബ്ബും ടെല്ലും. ഏതൊക്കെ നദീതടം ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ഉൾക്കൊള്ളുന്നു? എവിടെയൊക്കെ? ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശ്. അത് കഴിഞ്ഞാൽ അടുത്ത നദി ഗോദാവരി നദി. ഗോദാവരി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? മഹാരാഷ്ട്ര. ഗോദാവരി ഉത്ഭവിക്കുന്നത് എവിടെ നിന്ന്? മഹാരാഷ്ട്രയിൽ നിന്ന്. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നുമാണ് ഒഴുകിത്തുടങ്ങുന്നത്. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നും ഒഴുകിത്തുടങ്ങുന്നു. പോഷക നദികൾ ഏതൊക്കെയാണ്? പോഷക നദികൾ PSC ചോദിച്ചത് 2 എണ്ണം. ഇന്ദ്രാവതി, ശബരി. നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടതാണ്, ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടതാണ്. ഇന്ദ്രാവതി, ശബരി ഏത് നദിയുടെ പോഷക നദികൾ? ഉത്തരം കിട്ടിയില്ലേ? ഗോദാവരി നദി. അതുപോലെ ഒരു പോഷക നദിയുടെ പേരൂടെ പഠിച്ചു വെച്ചോ, പ്രൺഹിത എന്ന് പറയുന്നതും ആരുടെ പോഷക നദിയാണ്? ഈ പറയുന്ന ഗോദാവരിയുടെ പോഷക നദിയാണ്. മക്കളെങ്കിൽ ഒരു പോയിന്റ്, ഈ പറയുന്ന ഗോദാവരി നദിയുടെ നദീവ്യൂഹം ഏതൊക്കെ സംസ്ഥാനങ്ങളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത് എന്ന് ചോദിച്ചാൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിലായിട്ടാണ്? മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്. 3 പേര് മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്. മറന്നു പോകരുത്. ഇവർ 3 പേര് സംസ്ഥാനങ്ങളിലായിട്ടാണ് ഇതിന്റെ നദീതടം വ്യാപിച്ചു കിടക്കുന്നത്. അപ്പോൾ 2 ഉപദ്വീപീയ നദികളൂടെ ആയിട്ടുണ്ട്. ഒന്ന് ഈ പറയുന്ന മഹാനദിയായി, മറ്റൊന്ന് ഗോദാവരിയായി. എങ്കിൽ മക്കളെ ഒരു പോയിന്റൂടെ ഞാൻ പറയാം. ഈ പറയുന്ന ഗോദാവരിയുടെ നീളം ഏകദേശം 1465 കിലോമീറ്റർ ആണ്. ഗോദാവരിയുടെ നീളം എത്രയാണ്? 1465 കിലോമീറ്റർ. അപ്പൊ ഈ പറയുന്ന ഗോദാവരിക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാകുമല്ലോ. എന്താണ് ഗോദാവരിയുടെ പ്രത്യേകത? ഗോദാവരിയുടെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപദ്വീപീയ നദിയാണ് ഏതെന്ന് പറയുന്നത്? ഗോദാവരി എന്ന് പറയുന്നത്. 1465 കിലോമീറ്റർ നീളമുള്ള ഈ നദിയുടെ വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത് എത്രയാണെന്നറിയോ? 3.13 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. പഠിക്കണം, നിർബന്ധമായും പഠിച്ചു വെക്കണം. ഗോദാവരി നദിയുടെ വൃഷ്ടിപ്രദേശം എത്രയാണെന്ന് ചോദിച്ചാൽ 3.13 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. അപ്പൊ മക്കളെ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, എന്താണ് വൃഷ്ടിപ്രദേശം? മക്കളെ അപ്പൊ എന്താ വൃഷ്ടിപ്രദേശം? വൃഷ്ടിപ്രദേശത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കാച്ച്മെന്റ് ഏരിയ എന്നാണ് വൃഷ്ടിപ്രദേശത്തിനെ ഇംഗ്ലീഷിൽ വിളിക്കുന്ന പേര്. അതായത് ഇത്രയേ ഉള്ളൂ, ഒരു നദിയിലേക്ക് ജലം ഒഴുകിയെത്തുന്ന നിശ്ചിത ഭൂപ്രദേശങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് വിളിക്കുന്നത്? നമ്മൾ ഈ പറയുന്ന വൃഷ്ടിപ്രദേശം എന്ന് വിളിക്കുന്നത്. ഒരു നദിയിലേക്ക്, ഈ കാണുന്നത് നദിയാണ്, ഈ നദിയിലേക്ക് ഒഴുകിയെത്തുന്ന ജലം, ഈ ഒരു നിശ്ചിതമായിട്ട് ഒഴുകി വരുന്ന ഈ ഒരു ജലം
ഒഴുകിയെത്തുന്ന ഭൂപ്രദേശത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആ നദിയുടെ വൃഷ്ടിപ്രദേശം എന്ന് വിളിക്കുന്നത്. സോ അതാണ് കാച്ച്മെന്റ് ഏരിയ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന ഗോദാവരി നദിയുടെ കാച്ച്മെന്റ് ഏരിയ എന്ന് പറയുന്നത് 3.13 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. മറന്നു പോകരുത്. അപ്പൊ എന്താണ് കാച്ച്മെന്റ് ഏരിയ എന്ന് കിട്ടി, എന്താണ് ഗോദാവരി നദിയുടെ പ്രത്യേകത എന്നും മനസ്സിലായി. അപ്പോൾ ഒന്നാം സ്ഥാനത്ത് ആരാണെന്ന് പിടികിട്ടി? ഗോദാവരി നദിയാണ് ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളമേറിയ നദി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലിയ നദി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ഗോദാവരിയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് വൃഷ്ടിപ്രദേശം എന്ന് ഒരു ഐഡിയ കിട്ടി എങ്കിൽ ഇതിന്റെ കൂടെ ഒരു വാക്കുകൂടെ പഠിച്ചു വെക്കുക. എന്താണ് നീർത്തടം? എന്താണ് നീർത്തടം? അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ ഡ്രെയിനേജ് ബേസിൻ എന്ന് വിളിക്കും. ഡ്രെയിനേജ് ബേസിൻ, ഡ്രെയിനേജ് ബേസിൻ. എന്താണ് ഡ്രെയിനേജ് ബേസിൻ? പഠിച്ചു വെച്ചിരിക്കേണ്ട ഒരു വാക്കാണ്. അതായത് ഒരു നദിയും അതിന്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡ്രെയിനേജ് ബേസിൻ അല്ലെങ്കിൽ നീർത്തടം എന്ന് വിളിക്കുന്നത്. സോ എന്താണ് ഡ്രെയിനേജ് ബേസിൻ അല്ലെങ്കിൽ നീർത്തടം എന്ന് ചോദിച്ചാൽ ഒരു നദിയും അതിന്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡ്രെയിനേജ് ബേസിൻ എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ നീർത്തടം എന്ന് വിളിക്കുന്നത്. എന്നാൽ വൃഷ്ടിപ്രദേശം എന്താണ്? കാച്ച്മെന്റ് ഏരിയ എന്താണെന്ന് ചോദിച്ചാൽ ഒരു നദിയിലേക്ക് ജലം ഒഴുകിയെത്തുന്ന നിശ്ചിത ഭൂപ്രദേശത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നമ്മൾ കാച്ച്മെന്റ് ഏരിയ എന്ന് വിളിക്കുന്നത്. അതുകൂടെ ഓർത്തു വെച്ചിരിക്കുക. രണ്ട് വാക്കുകൾ, എന്താണ് വൃഷ്ടിപ്രദേശം, എന്താണ് നീർത്തടം, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ SCERT-യിലെ സ്വന്തം പോയിന്റ് ആണ്, വിട്ടുകളയരുത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ രണ്ട് നദികളെ കുറിച്ച് പഠിച്ചു, മഹാനദിയുമായി ഗോദാവരിയുമായി. എങ്കിൽ നമുക്ക് അടുത്ത നദിയിലോട്ട് പോകാം, കൃഷ്ണ നദിയിലേക്ക് പോകാം. കൃഷ്ണ നദി, ഈ പറയുന്ന കൃഷ്ണ നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നിൽ നിന്നാണ്. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നിൽ നിന്ന്. എങ്കിൽ ഈ പറയുന്ന കൃഷ്ണയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ഒന്ന് തുംഗഭദ്ര, മറ്റൊന്ന് ഭീമ, മറ്റൊന്ന് കൊയ്ന. ഇതാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. അപ്പോൾ ഈ പറയുന്ന കൃഷ്ണയുടെ പ്രധാന പോഷക നദികളായി ആരൊക്കെയാണ്? ഈ പറയുന്ന തുംഗഭദ്ര, ഭീമ, കൊയ്ന. ഇത് മൂന്നുമാണ് കൃഷ്ണയുടെ പ്രധാന പോഷക നദികൾ. മക്കളെ, ഇത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലായിട്ടാണ് ഇതിന്റെ നീർത്തടം, ഇതിന്റെ ഡ്രെയിനേജ് ബേസിൻ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണെന്ന് ചോദിച്ചാൽ അത് മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്. മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശിലാണ് ഇതിന്റെ നീർത്തടം വ്യാപിച്ചു കിടക്കുന്നത്. ക്ലിയർ ആയോ? എങ്കിൽ അടുത്ത ഒരു പോയിന്റ് കൂടെ പോകാം. അടുത്ത നമ്മൾ പഠിക്കുന്ന നദിയാണ് കാവേരി നദി. കാവേരി കർണാടകത്തിലെ ബ്രഹ്മഗിരി കുന്നിൽ നിന്നുമാണ് ഒഴുകി തുടങ്ങുന്നത്. മക്കളെ നന്നായിട്ട് ശ്രദ്ധിച്ചോ. കാവേരി നദിയുടെ ഉത്ഭവം ചോദിച്ചാൽ അത് കർണാടകത്തിലെ ബ്രഹ്മഗിരി കുന്നുകളാണ് പ്രധാന പോഷക നദികൾ. നിങ്ങൾ കണ്ണും പൂട്ടി പറയും. കബനി, ഭവാനി, അമരാവതി. മൂന്ന് പ്രധാന പോഷക നദികൾ കബനി, ഭവാനി, അമരാവതി. ഇത് മൂന്നും ഈ പറയുന്ന കാവേരിയുടെ പോഷക നദികളാണ്. ഏതൊക്കെ സംസ്ഥാനങ്ങളിലായിട്ടാണ് ഇതിന്റെ നീർത്തടം, ഡ്രെയിനേജ് ബേസിൻ വ്യാപിച്ചു കിടക്കുന്നത് എന്ന് ചോദിച്ചാൽ കർണാടക, തമിഴ്നാട്, കേരളം. ഈ മൂന്ന് സംസ്ഥാനങ്ങളിലായിട്ടാണ് ഇതിന്റെ ഡ്രെയിനേജ് ബേസിൻ വ്യാപിച്ചു കിടക്കുന്നത്. പ്രധാന പോഷക നദികളും നമ്മൾ പഠിച്ചു. അപ്പൊ നമ്മൾ എല്ലാ പ്രധാനപ്പെട്ട കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളെ കുറിച്ച് പഠിച്ചു. എങ്കിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന രണ്ട് നദികൾ കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഒരു നദിയാണ് നർമ്മദാ നദി. മക്കളെ, നർമ്മദാ നദിയുടെ ഉത്ഭവം എവിടെ നിന്നാണ് എന്ന് നിങ്ങൾക്കറിയാം. മധ്യപ്രദേശിലെ അമർകണ്ടക് പ്ലേറ്റുകളിൽ നിന്നുമാണ് ഒഴുകി തുടങ്ങുന്നത്. അപ്പോൾ ഇതിന്റെ പോഷക നദികൾ ആരൊക്കെ? PSCയുടെ ചോദ്യം. ഒന്ന് ഹിരൺ, മറ്റൊന്ന് ബഞ്ചാർ. ഒന്ന് ഹിരണും മറ്റൊന്ന് ഏതാണ്? ബഞ്ചാർ. ഒന്ന് ഹിരണും മറ്റൊന്ന് ബഞ്ചാർ. ഇതാണ് നർമ്മദയുടെ പ്രധാന പോഷക നദികൾ. എങ്കിൽ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത് ഇതിന്റെ ഏതൊക്കെ സംസ്ഥാനങ്ങളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. ഈ മൂന്ന് സംസ്ഥാനങ്ങളിലായിട്ടാണ് നർമ്മദാ നദി വ്യാപിച്ചു കിടക്കുന്നത് അല്ലെങ്കിൽ നർമ്മദാ നദിയുടെ ഒഴുക്ക് കാണപ്പെടുന്നത്. എങ്കിൽ അടുത്ത പ്രധാന നദിയാണ് താപ്തി നദി. താപ്തി നദിയുടെ ഉത്ഭവം ചോദിച്ചാൽ മധ്യപ്രദേശിലെ മുൾട്ടായി പീഠഭൂമിയിൽ നിന്നുമാണ്. മധ്യപ്രദേശിലെ മുൾട്ടായിൽ നിന്നുമാണ് ആരൊഴുകുന്നത്? താപ്തി നദി ഒഴുകുന്നത്. ഈ പറയുന്ന താപ്തിയുടെ പോഷക നദികളാണ് പൂർണ്ണ, ഗിർന. PSCയുടെ പഴയ ചോദ്യം. പൂർണ്ണ, ഗിർന ആരുടെ പോഷക നദികൾ? ഈ പറയുന്ന താപ്തി നദിയുടെ പോഷക നദികൾ. മക്കളെ, എങ്കിൽ അതിന്റെ കൂടെ ഓർത്തിരിക്കേണ്ടത് ഇതിന്റെ നീർത്തടം ഏതൊക്കെ സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു? മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. അപ്പോ നദികളെ കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് പെട്ടെന്ന് ക്രോഡീകരിച്ചു തരാം. ഇത്രയേ ഉള്ളൂ. ദാ ഈ കാണുന്നതാണ് മഹാനദി റായ്പൂരിലെ സിഹാവ, ഛത്തീസ്ഗഡിൽ നിന്ന്. ഇബ്ബ്, ടെല്ല എന്നതാണ് പ്രധാന പോഷക നദികൾ. മക്കളെ, നദീതടം, ഡ്രെയിനേജ് ബേസിൻ, ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശ്. അടുത്തതായി ഗോദാവരി, മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്ന് ഉത്ഭവിക്കുന്നു. പ്രൺഹിത, ഇന്ദ്രാവതി, ശബരി.
പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഈ നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്. അടുത്തതായി കൃഷ്ണ നദി മഹാബലേശ്വർ, മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിൽ നിന്നാണ് ഒഴുകി തുടങ്ങുന്നത്. പ്രധാന പോഷക നദികൾ ആരൊക്കെയാണ്? തുംഗഭദ്ര, ഭീമ, കൊയ്ന. നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്. എങ്കിൽ അടുത്ത ചോദ്യം കാവേരി നദിയെക്കുറിച്ചാണ്. കാവേരി നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ബ്രഹ്മഗിരി കുന്നുകളാണ്. കർണാടകത്തിലെ ബ്രഹ്മഗിരി കുന്നുകൾ. ഈ പറയുന്ന പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, അമരാവതി. കബനി, ഭവാനി, അമരാവതിയാണ് പ്രധാന പോഷക നദികൾ. എങ്കിൽ നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കർണാടകം, തമിഴ്നാട്, കേരളം. കർണാടകം, തമിഴ്നാട്, കേരളമാണ് ഇതിന്റെ ഡ്രെയിനേജ് ബേസിൻ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ. എങ്കിൽ അടുത്തത് ഈ പറയുന്ന നർമ്മദയും താപ്തിയുമാണ്. നർമ്മദ, അമർകണ്ടക് പീഠഭൂമി, മധ്യപ്രദേശ്. പ്രധാന പോഷക നദികൾ ഹിരണം, ബഞ്ചാർ. ഈ പറയുന്ന നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ ഡ്രെയിനേജ് ബേസിൻ വരുന്നത് മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും ഗുജറാത്തിലുമായിട്ട്. എങ്കിൽ അടുത്തത് താപ്തി നദിയാണ്. താപ്തി നദിയുടെ ഉത്ഭവം മുൾത്തായി പീഠഭൂമി, മധ്യപ്രദേശ്. പ്രധാന പോഷക നദികൾ പൂർണ, ഗിർന. പ്രധാന നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ ചോദിച്ചാൽ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. 3 സ്ഥലങ്ങൾ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് നിങ്ങൾ ഈ കാണുന്ന കട്ടിലും കാണുന്നത്. ഈ ഒരു പേജ് കട്ടിംഗ് എന്ന് പറയുന്നത് നമ്മുടെ പഴയ SCERTയുടെ ഒരു കട്ടിംഗ് ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് പ്രധാന പോഷക നദികളൊക്കെ കാണാം. ജസ്റ്റ് അതിന്റെ നീളം, ഏകദേശ നീളമൊക്കെ കാണാം. അതിന്റെ ഉത്ഭവ പ്രദേശവും കാണാം. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, ഞാൻ അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മക്കളെ നിങ്ങളൊന്ന് പോസ് ചെയ്ത് വെച്ച് നോക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോവാം. നിങ്ങൾക്ക് ഇപ്പോൾ പ്രധാനപ്പെട്ട നദികൾ എങ്ങനെയാണ് ഒഴുകുന്നത് എന്നൊക്കെ കാണാം ഈ ഒരു ഫിഗറിനകത്ത്. നിങ്ങളിതാ ഈ കാണുന്നത് ബ്രഹ്മപുത്ര നദിയാണ്. ദാ ഈ കടന്നു വരുന്നത് ഗംഗാ നദിയാണ്. ദാ ഈ കടന്നു പോകുന്നത് സിന്ധു നദിയാണ്. അതുപോലെ നിങ്ങൾ കാണുന്നുണ്ട് ദാ ഇത് നർമ്മദ, ദാ താപ്തി നദി ഒഴുകുന്നു. ഇങ്ങോട്ട് മഹാനദിയുണ്ട്, ഗോദാവരിയുണ്ട്, കൃഷ്ണ നദിയുണ്ട്, കാവേരി നദിയുണ്ട്. കണ്ടല്ലോ. അപ്പോൾ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങൾ കണ്ടു. അതേപോലെ തന്നെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളും നിങ്ങളിപ്പോൾ കണ്ടു. ക്ലിയർ ആണല്ലോ? ഇതിൽ സംശയമില്ല എന്ന് വിചാരിക്കുന്നു. എങ്കിൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട നദിയുണ്ട്. ദാ ഈ കാണുന്ന ലൂണി നദി. കണ്ടോ? ലൂണി നദി. ഞാൻ ഈ സർക്കിൾ ചെയ്ത ലൂണി നദി. എടാ മക്കളെ, ആ ലൂണി നദിയുടെ ഒഴുക്ക് നിങ്ങളൊന്ന് നോക്കിക്കേ. ദാ കരയിൽ നിന്നും ഉത്ഭവിച്ച് കരയിൽ തന്നെ ഒഴുകിത്തീരുന്ന നദിയാണ് ലൂണി നദി. എടാ മക്കളെ, ലൂണി നദി എന്ന് പറയുന്നത് കരയിൽ നിന്ന് ഉത്ഭവിച്ച് കരയിൽ തന്നെ ഒഴുകി അവസാനിക്കുന്നു. അതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് രാജസ്ഥാനിലെ ആരവല്ലി പർവ്വതത്തിൽ നിന്നുമാണ്. അജ്മീറിനടുത്തുള്ള ആരവല്ലി പർവ്വതത്തിൽ നിന്നുമാണ് ലൂണി നദി ഒഴുകി തുടങ്ങുന്നത്. ലൂണി നദിയുടെ പതനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലാണ്. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലാണ് അവൻ ഒഴുകിത്തീരുന്നത്. എങ്കിൽ ആ ലൂണി നദിയുടെ നീളം എത്രയാ? 482 കിലോമീറ്റർ. എത്രയാണ്? 482 കിലോമീറ്റർ. മറന്നു പോകരുത്, ഇമ്പോർട്ടന്റ് ആണ്. 482 കിലോമീറ്റർ ആണ് ലൂണി നദിയുടെ നീളം എന്ന് പറയുന്നത്. അതുപോലെ ഒരു കാര്യം കൂടെ പറയാം. ലവണവാരി എന്നറിയപ്പെടുന്ന നദി ഏത്? ലൂണി നദി. ഏതാണ്? ലവണവാരി. അതേപോലെ ഓർത്തിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ലൂണി നദിയുടെ പോഷക നദികൾ. നിങ്ങൾ ചോദ്യത്തിൽ കണ്ടതാണ്. അടുത്ത PSCയുടെ ചോദ്യം, 2025 എക്സാമിലെ അടുത്ത PSCയുടെ ചോദ്യം ഈ പറയുന്ന ലൂണി നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ലൂണി നദിയുടെ പോഷക നദികൾ ചോദിച്ചാൽ ലിൽറി, സുക്രി, ജവായി. പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ലിൽറി, സുക്രി, ജവായി. ഇതാണ് പ്രധാന 3 പോഷക നദികൾ. ക്ലിയർ ആയല്ലോ? അപ്പോ ലൂണി നദിയെ കുറിച്ച് പറഞ്ഞത് ഒന്ന് ഓട്ടിച്ചു നോക്കിയാലോ? എടാ മക്കളെ, ലൂണി നദി ഇത്രയേ ഉള്ളൂ. അജ്മീറിനടുത്ത് ആരവല്ലി പർവ്വത നിരയിൽ നിന്നാണ് ലൂണി നദി ഉത്ഭവിക്കുന്നത്. മഴക്കാലത്ത് മാത്രമേ ഈ നദിയിൽ നീരൊഴുക്കുണ്ടാകാറുള്ളൂ. ലിൽറി, സുക്രി, ജവായ്. കണ്ടോ? ഓപ്ഷൻ കണ്ടോ? ലിൽറി, സുക്രി, ജവായ്. ഇതാണ് 2025 എക്സാമിനും ചോദിച്ച ചോദ്യം. എഗെയിൻ SCERT. കണ്ടല്ലോ? SCERTയുടെ ഇമ്പോർട്ടൻസ് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഊന്നി പറയുന്നത്. പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? ലിൽറി, സുക്രി, ജവായി. ഉപ്പ് നദി എന്നർത്ഥമുള്ള ലവണവാരി എന്ന സംസ്കൃത പദത്തിൽ നിന്നുമാണ് ഈ നദിക്ക് ലൂണി എന്ന പേര് ലഭിച്ചത്. ഏകദേശം 482 കിലോമീറ്റർ ദൂരം പിന്നിട്ട് ഈ നദി റാൻ ഓഫ് കച്ചിൽ ഒഴുകിത്തീരുന്നു. എവിടെ ഒഴുകിത്തീരുന്നു? റാൻ ഓഫ് കച്ചിൽ ഒഴുകിത്തീരുന്നു. എടാ മക്കളെ, അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചേ. നമ്മുടെ 2-3 എക്സാമുകളായിട്ട് നിങ്ങൾ കാണുന്ന മറ്റൊരു സാധനമുണ്ട്. ചില തടാകങ്ങളുടെ പേര് PSC ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചായിരുന്നോ നിങ്ങൾ? ലാബ് അസിസ്റ്റന്റിന്റെ എക്സാമിനും രാജസ്ഥാനിലുള്ള ഒരു തടാകത്തിന്റെ പേര് ചോദ്യത്തിൽ കാണിച്ചതെന്ന് നിങ്ങളെ ഒന്ന് വിരട്ടി. ഓർമ്മയുണ്ടോ? ആ രാജസ്ഥാനിലുള്ള മറ്റൊരു തടാകമുണ്ട്, സാമ്പാർ തടാകം. രാജസ്ഥാനിലെ മറ്റൊരു പ്രധാന തടാകമാണ് സാമ്പാർ തടാകം. അതുപോലെ മറ്റൊരു പ്രധാന തടാകമുണ്ട് പുഷ്കർ തടാകം. പുഷ്കാരം എന്നൊക്കെ പറയുന്ന പുഷ്കർ മഹോത്സവം എന്ന് പറയുന്ന ഉത്സവമൊക്കെ നടക്കുന്നത്, ഒട്ടക ഫെസ്റ്റിവൽ ഒക്കെയാണ് അത് നടക്കുന്നത് എവിടെയാണ്? ഈ ഒരു പ്രദേശത്താണ്. അതുപോലെ ഈ പറയുന്ന
ആരവല്ലിയുടെ ഭാഗത്ത് രാജസ്ഥാനിലുള്ള മറ്റൊരു തടാകമുണ്ട്, നക്കി തടാകം. നക്കി തടാകം, നക്കി തടാകം. എടാ മക്കളെ, ബൗൾ ഷേപ്പിലുള്ള ഒരു തടാകമാണ് നക്കി തടാകം. ഈ നക്കി തടാകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഗാന്ധിജിയുടെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്തിട്ടുള്ള ഒരേ ഒരു തടാകമാണ് ഈ പറയുന്ന നക്കി തടാകം. എന്നാ മക്കളെ, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാ. എങ്കിൽ വേറൊരു പേരൂടെ പറഞ്ഞു തരട്ടെ. ദിദുവാന, ദിദുവാന, സർഗോൾ, കാത്തു. ഇതൊക്കെ എവിടത്തെ തടാകങ്ങളാണെന്ന് ചോദിച്ചാൽ ഇതും രാജസ്ഥാനിലെ തടാകങ്ങളാണ്. ക്ലിയർ ആയോ? അപ്പൊ രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട തടാകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, രാജസ്ഥാൻ ഭാഗർ പ്രദേശത്ത് ധാരാളം ഉപ്പ് തടാകങ്ങളുണ്ട്. അതായത് ഞാൻ ഈ പറഞ്ഞ തടാകങ്ങൾ പലതും ഉപ്പ് തടാകങ്ങളാണ്. സാമ്പാർ തടാകം, ഈ മേഖലയിലെ ഏറ്റവും വലിയ തടാകമാണ് സാമ്പാർ തടാകം. ജയ്പൂരിന് ഏകദേശം 65 കിലോമീറ്റർ പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നു. ഏകദേശം 225 ചതുരശ്ര കിലോമീറ്റർ വരെ വിസ്തൃതി കൈവരിക്കുന്ന ഈ തടാകം വരൾച്ചാക്കാലത്ത് ഗണ്യമായി ചുരുങ്ങുന്നു. ദിദുവാന, സർഗോൾ, കാത്തു എന്നിവയാണ് മറ്റ് പ്രധാന തടാകങ്ങൾ. ഈ തടാകങ്ങളെ ഉപ്പുൽപാദനത്തിനായി വ്യാപകമായി പ്രയോജനപ്പെടുത്തുന്നു. ഇതിനെന്തിനെ ഉപയോഗിക്കുന്നു? ഉപ്പുൽപാദനത്തിനായിട്ട് വ്യാപകമായി ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ ലൂണി നദിയെക്കുറിച്ചുള്ള കാര്യവും രാജസ്ഥാനിലെ തടാകങ്ങളും നമ്മളിവിടെ പഠിച്ചു. എങ്കിൽ അടുത്തൊരു ഇമ്പോർട്ടന്റ് സാധനം, എന്താണ് വൃഷ്ടിപ്രദേശം? നമ്മൾ പറഞ്ഞു കാച്ച്മെന്റ് ഏരിയ. ഒരു നദിയിലേക്ക് ജലം ഒഴുകിയെത്തുന്ന നിശ്ചിത ഭൂപ്രദേശമാണ് ആ നദിയുടെ വൃഷ്ടിപ്രദേശം. ഇനി മറന്നു പോകരുത്, എന്താണ് കാച്ച്മെന്റ് ഏരിയ, എന്താണ് ഡ്രെയിനേജ് ഏരിയ, ഇത് തമ്മിലുള്ള വ്യത്യാസം ഒരു ഉറപ്പ് നിങ്ങൾക്ക് വേണം. ഇപ്പൊ എന്താണ് കാച്ച്മെന്റ് ഏരിയ എന്ന് മനസ്സിലായി എങ്കിൽ എന്താണ് ഡ്രെയിനേജ് ബേസിൻ അല്ലെങ്കിൽ നീർത്തടം? ഒരു നദിയും അതിന്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശത്തെ നീർത്തടം എന്ന് വിളിക്കുന്നു. കാച്ച്മെന്റ് ഏരിയ ആകുമ്പോഴോ ഒരു നദിയിലേക്ക് ജലം ഒഴുകിയെത്തുന്ന നിശ്ചിത ഭൂപ്രദേശത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നമ്മൾ കാച്ച്മെന്റ് ഏരിയ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഒരു നദിയും അതിന്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? നീർത്തടം അല്ലെങ്കിൽ ഡ്രെയിനേജ് ബേസിൻ എന്ന് വിളിക്കാം. ജലവിഭാജകം, അടുത്ത വാക്ക് ജലവിഭാജകം, വാട്ടർ ഡിവൈഡ്. രണ്ട് നീർത്തടങ്ങൾ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയെ ജലവിഭാജകം എന്ന് വിളിക്കുന്നു. സോ എന്താണ് ജലവിഭാജകം അല്ലെങ്കിൽ വാട്ടർ ഡിവൈഡ് എന്ന് ചോദിച്ചാൽ, രണ്ട് നീർത്തടങ്ങൾ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയെ ജലവിഭാജകം എന്ന് വിളിക്കുന്നു. ഇതാണ് ജലവിഭാജകവുമായി ബന്ധിപ്പിച്ച് ഓർത്തിരിക്കേണ്ട കാര്യം. അതായത് രണ്ട് നദികൾ ഇങ്ങനെ ഒഴുകി പോകുന്നു, ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ഒരു ചെറിയ ഭാഗം ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്ന ഒരു വാട്ടർ ഡിവൈഡിങ് സിസ്റ്റം പോലെ ആക്ട് ചെയ്യുന്ന ഒരു പ്രദേശത്തെയാണ് നമ്മൾ വാട്ടർ ഡിവൈഡ് എന്നൊക്കെ വിളിക്കുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങളൂടെ എടുത്തു പറയുന്നുണ്ട് നമ്മുടെ SCERT-യിൽ. ഒന്ന് കാവേരി നദിയെക്കുറിച്ചും മറ്റൊന്ന് ഗോദാവരി നദിയെക്കുറിച്ചുമാണ്. ഗോദാവരിയുടെ പ്രത്യേകത ആൾറെഡി നമ്മൾ പറഞ്ഞു. ഗോദാവരിയാണ് ഏറ്റവും വലിയ ഉപദ്വീപീയ നദി. 1465 കിലോമീറ്റർ നീളവും 3.13 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വൃഷ്ടിപ്രദേശ വിസ്തൃതിയുമുള്ള ഈ നദിയെ ദക്ഷിണ ഗംഗ എന്ന് വിളിക്കുന്നു. അപ്പൊ മക്കളെ, ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി ആരാ? ഗോദാവരി നദി. കൃഷ്ണ, കാവേരി നദികളാണ് യഥാക്രമം വലിപ്പത്തിൽ 2ഉം 3ഉം സ്ഥാനത്തൊക്കെ വരുന്നത്. ഉപദ്വീപിലെ മറ്റ് നദികളുമായി താരതമ്യം ചെയ്യുമ്പോൾ കാവേരി നദിയിൽ വർഷം മുഴുവൻ നീരൊഴുക്കിൽ കാര്യമായ കുറവുണ്ടാകാറില്ല. അതുകൊണ്ടാണ് നമ്മൾ ഹെഡിങ് എന്തെന്ന് പറഞ്ഞത്? വറ്റാതെ കാവേരി. അപ്പൊ എന്താ പ്രത്യേകത എന്ന് മനസ്സിലായല്ലോ. ഉഷ്ണകാലത്ത് ഈ നദിയുടെ വൃഷ്ടിപ്രദേശത്ത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴയും ശൈത്യകാലത്ത് വടക്കു കിഴക്കൻ മൺസൂൺ മഴയും ലഭിക്കുന്നതാണ് ഇതിന് കാരണം. എടാ മക്കളെ, വ്യക്തമായി അവിടെ കാവേരിയുടെ കാര്യം പറയുന്നുണ്ട്. എന്തുകൊണ്ടാ കാവേരിയിലെ നദി കുറയാത്തേന്ന്? ഒന്ന്, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ അവിടെ കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റും കിട്ടുന്നുണ്ട്. അപ്പൊ രണ്ട് കാറ്റുകളുടെയും എഫക്റ്റ് കിട്ടുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നീരൊഴുക്കുള്ള നദിയാണ് ഏത്? നമ്മുടെ കാവേരി എന്ന് പറയുന്ന നദി. ആ ഒരു പോയിന്റും നല്ലൊരു പോയിന്റാ, ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ നദികളെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊരു ധാരണ വന്നു എന്ന് വിചാരിക്കുന്നു. എങ്കിൽ ഒരു കുഞ്ഞു കാര്യം കൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. നദികളുമായി റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ചില പ്രധാന പദ്ധതികളെ കൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ചോദ്യം ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഒന്ന് നദീതട പദ്ധതിയാണ്. അതിൽ ഒന്നാമത്തത് ഹീരാക്കുഡ്. എടാ മക്കളെ, ഹീരാക്കുഡ് ഏത് നദി? മഹാനദി. സംസ്ഥാനം ചോദിച്ചാൽ ഒഡീഷ. PSCയുടെ സ്ഥിരം ചോദ്യം. രണ്ടാമതായി തുംഗഭദ്ര. എടാ തുംഗഭദ്ര നദിയാണ്. കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര. നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. അവിടെയാണ് തുംഗഭദ്ര പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. സംസ്ഥാനം ചോദിച്ചാൽ കർണാടകം. എങ്കിൽ മൂന്നാമത്തെ പോയിന്റ് സർദാർ സരോവർ. എടാ മക്കളെ, സർദാർ സരോവർ നിങ്ങൾ കണ്ണും പൂട്ടി ഉത്തരം പറയും. നർമ്മദാ നദി. സംസ്ഥാനം ചോദിച്ചാലും പറയും ഗുജറാത്ത്. എങ്കിൽ നാലാമതായിട്ട് കൃഷ്ണരാജസാഗർ. കൃഷ്ണരാജസാഗർ ചോദിച്ചാൽ കാവേരി നദിയിലാണ്. സംസ്ഥാനം ചോദിച്ചാൽ കർണാടക. ഫൈനലി ഒരു പോയിന്റ് കൂടെ, നിസാം സാഗർ. മറന്നു പോകരുത്, മറന്നു പോകുന്ന സാധനമാണ് നിസാം സാഗർ എവിടെയാണ്? ഗോദാവരി. സ്ഥലം ചോദിച്ചാലോ? ആന്ധ്രാപ്രദേശ്. സോ നിസാം സാഗർ, ഗോദാവരി, ആന്ധ്രാപ്രദേശ്. ക്ലിയർ ആണല്ലോ. സോ ഇത്രയും കാര്യം പ്രധാനമായും ഓർത്തു വെക്കുക.
എങ്കിൽ എന്താണ് വിവിധോദ്ദേശ നദീതട പദ്ധതി? എന്താണ് വിവിധോദ്ദേശ നദീതട പദ്ധതി? അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കിയാലോ. ഒരു നദിക്ക് കുറുകെ അണക്കെട്ട് നിർമ്മിച്ച് വിവിധ ആവശ്യങ്ങൾ സാധ്യമാക്കുന്ന പദ്ധതികളാണ് വിവിധോദ്ദേശ നദീതട പദ്ധതികൾ. വെള്ളപ്പൊക്ക നിയന്ത്രണം, ജലസേചനം, ജലവൈദ്യുതോൽപാദനം, ഉൾനാടൻ ജലഗതാഗതം, മത്സ്യബന്ധനം, വിനോദസഞ്ചാരം തുടങ്ങിയവയാണ് ഇത്തരം പദ്ധതികളുടെ ചില പ്രധാന ഉദ്ദേശങ്ങൾ. അപ്പോൾ എന്താണ് വിവിധോദ്ദേശ നദീതട പദ്ധതി എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഒരു നദിക്ക് കുറുകെ അണക്കെട്ട് നിർമ്മിച്ച് വിവിധ ആവശ്യങ്ങൾ സാധ്യമാക്കുന്ന പദ്ധതി. എന്തൊക്കെ പദ്ധതികളാണെന്ന് അവിടെ എടുത്തു പറയുന്നുണ്ട്, ഓർത്തു വച്ചിരിക്കണം. വെള്ളപ്പൊക്ക നിയന്ത്രണം, ജലസേചനം, ജലവൈദ്യുതോൽപാദനം, ഉൾനാടൻ ജലഗതാഗതം, മത്സ്യബന്ധനം, വിനോദസഞ്ചാരം തുടങ്ങിയവയാണ് പദ്ധതികൾ. ഇത്തരം പദ്ധതികളുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഇതാണ്. സോ ഇതാണ് വിവിധോദ്ദേശ നദീതട പദ്ധതിയുമായി ബന്ധിപ്പിച്ച് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ക്ലിയർ ആയല്ലോ? അപ്പോ നദികളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് മാക്സിമം ഒരു റിവിഷൻ ഞാൻ തന്നിട്ടുണ്ട്. മാക്സിമം കാര്യങ്ങളെ നിങ്ങളെ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരുന്നു, അതിനെ ഞാൻ ഒന്നും കൂടെ ബ്രഷപ്പ് ചെയ്തു. എങ്കിൽ നമുക്ക് മറ്റൊരു മേഖലയിലേക്ക് ഒന്ന് കണ്ണോടിച്ചാലോ. എടാ മക്കളെ, നല്ലൊരു ചോദ്യമായിരുന്നു. 2025 ഏപ്രിൽ മാസം നടന്ന ഒരു എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ പീറ്റ് മണ്ണ് കാണപ്പെടുന്ന പ്രദേശം ഏത് എന്നായിരുന്നു ചോദ്യം. ഓപ്ഷൻസ് ഒരു വെറൈറ്റി ഓപ്ഷൻ ആയിരുന്നു. ഗുജറാത്ത് തീരപ്രദേശം, 2 മലബാർ തീരപ്രദേശം, 3 കൊങ്കൺ തീരപ്രദേശം, 4 ആൻഡമാൻ നിക്കോബാർ എന്ന് പറയുന്ന പ്രദേശം. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതെന്താ പീറ്റ് മണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ തീരപ്രദേശത്തിന്റെ പേരുകളാണല്ലോ കൊടുത്തിരിക്കുന്നത് എന്നാ മക്കളെ നമ്മൾ ആലോചിക്കുക. ശരിയല്ലേ? എടാ ഒരു കാര്യം പറയാം, ഇത് നിങ്ങളുടെ SCRT-യിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾ നേരത്തെ ലൂണി നദിയുടെ ചോദ്യം കണ്ടു, അതുപോലെ തന്നെയുള്ള മറ്റൊരു ചോദ്യമാണ് മക്കളെ ഈ ഒരു ചോദ്യം. എടാ ഇതിന്റെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ. ഗുജറാത്ത് തീരപ്രദേശം. എടാ ഗുജറാത്ത് തീരപ്രദേശത്ത് കാണപ്പെടുന്ന മണ്ണിനങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഗുജറാത്ത് തീരപ്രദേശത്തുള്ള ഒരു മണ്ണിനമാണ് കറുത്ത മണ്ണ്. അതുപോലെ മറ്റൊന്നാണ് തീരദേശ എക്കൽ മണ്ണ്. അതുപോലെ മറ്റൊന്നാണ് ലവണമണ്ണ്. ഈ 3 ടൈപ്പ് മണ്ണാണ് ഈ പറയുന്ന ഗുജറാത്ത് തീരപ്രദേശത്ത് പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. എങ്കിൽ ഈ പറയുന്ന കൊങ്കൺ തീരത്തേക്ക് നിങ്ങൾ പോയാൽ, ഈ ഒരു കൊങ്കൺ തീരപ്രദേശത്തേക്ക് നിങ്ങൾ പോയാൽ കൊങ്കണിൽ കാണുന്നത് എന്താണെന്നറിയോ? കറുത്ത മണ്ണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ലാട്രൈറ്റ് സോയിലും കാണാൻ സാധിക്കും. കറുത്ത മണ്ണും ലാട്രൈറ്റ് സോയിലും കാണാൻ സാധിക്കും. അപ്പോൾ ഈ പറയുന്ന മലബാർ തീരപ്രദേശത്ത് പോയാൽ അവിടെ നിങ്ങൾ കാണുന്നത് എക്കൽ മണ്ണും പീറ്റ് മണ്ണുമാണ് കാണപ്പെടുന്നത്. എക്കൽ മണ്ണും പീറ്റ് മണ്ണും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഉത്തരം കിട്ടി. ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? മലബാർ തീരപ്രദേശമാണ് ഉത്തരം എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി. എടാ മക്കളെ, എങ്കിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപിലേക്ക് പോകുമ്പോൾ സമുദ്രജന്യ മണൽ മണ്ണ്, അതുപോലെ തന്നെ എക്കൽ മണ്ണ്, സമുദ്രജന്യ മണൽ മണ്ണും എക്കൽ മണ്ണുമാണ് ഇവിടെ കാണപ്പെടുന്നത്. സമുദ്രജന്യ മണലും എക്കൽ മണ്ണുമാണ് ആൻഡമാൻ നിക്കോബാറിൽ കാണപ്പെടുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട മണ്ണിനത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഓരോ തീരപ്രദേശത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓരോ തരത്തിലുള്ള മണ്ണിനങ്ങളാണ്. ക്ലിയർ ആയല്ലോ? നമ്മളപ്പോ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ പറഞ്ഞു. എങ്കിൽ മക്കളെ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ ഈ പറയുന്ന തീരപ്രദേശത്ത് പോകുമ്പോൾ തീരപ്രദേശങ്ങളിൽ പൊതുവേ കാണപ്പെടുന്നത് നിക്ഷേപണ മണ്ണാണ് കൂടുതലും കാണപ്പെടുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് നദികളുടെയും തിരമാലകളുടെയും നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായിട്ടാണ് ഇവിടെ പൊതുവെ ഇങ്ങനെയുള്ള നിക്ഷേപണ മണ്ണ് രൂപപ്പെടുന്നത്. അതായത് ഇവിടുത്തെ തീരപ്രദേശങ്ങളിലെ മണ്ണിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, തീരപ്രദേശത്തുള്ള മണ്ണെന്ന് പറയുന്നത് മണൽ നിറഞ്ഞ മണ്ണ്. അതുപോലെ തന്നെ മഞ്ഞയും ചുവപ്പും നിറമുള്ള ലാട്രൈറ്റ് മണ്ണും കറുത്ത കളിമണ്ണും ജൈവാംശം കൂടിയ പീറ്റ് മണ്ണുമൊക്കെ നമുക്ക് ഈ പറയുന്ന തീരപ്രദേശങ്ങളിൽ പോയാൽ കാണാൻ പറ്റും. അതും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഈ പറയുന്ന പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിൽ കൂടുതലായി അത് കാണുവാനും സാധിക്കും. അതാണ് ഈ ഒരു മണ്ണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എടാ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയുടെ തീരപ്രദേശം എടുത്ത് നോക്കുമ്പോൾ നമുക്ക് 2ആയിട്ട് തീരപ്രദേശത്തെ തരംതിരിക്കാൻ പറ്റും. ഒന്ന് പടിഞ്ഞാറൻ തീരപ്രദേശവും അതുപോലെ തന്നെ കിഴക്കൻ തീരപ്രദേശവും. അതിൽ ഈ പറയുന്ന പടിഞ്ഞാറൻ തീരപ്രദേശത്ത് വരുമ്പോൾ ഇവിടെയുള്ള ഒരു റീജിയനാണ് കൊങ്കൺ കോസ്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്ന പ്രദേശം. അതുപോലെ മറ്റൊരു പ്രദേശമാണ് മലബാർ തീരപ്രദേശം. അതുപോലെ മറ്റൊന്നാണ് ഗുജറാത്ത് തീരപ്രദേശം എന്ന് പറയുന്ന ഭാഗം. അതേസമയം കിഴക്കൻ ഭാഗത്തോട്ട് പോകുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് കൊറമാൻഡൽ കോസ്റ്റും അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശവും അതേപോലെ തന്നെ ഉത്കൽ സമതലം എന്നൊക്കെ പറയുന്ന പ്രദേശമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു കാര്യം കൂടെ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മ വേണം. ഈ പറയുന്ന 2 തീരപ്രദേശങ്ങളിലും പടിഞ്ഞാറൻ തീരപ്രദേശം എന്ന് പറയുന്നത് ഒരു സബ്മേർജ്ഡ് കോസ്റ്റൽ റീജിയന് എക്സാമ്പിൾ ആണ്. താഴ്ത്തപ്പെട്ട തീരത്തിന് എക്സാമ്പിൾ ആണ് ഈ പറയുന്ന പടിഞ്ഞാറൻ തീരപ്രദേശം.
എന്നാൽ ഈ പറയുന്ന കിഴക്കൻ തീരപ്രദേശം എന്ന് പറയുന്നത് ഒരു എമർജ്ഡ് കോസ്റ്റൽ റീജിയന് എക്സാമ്പിൾ ആണ്, ഒരു ഉയർത്തപ്പെട്ട തീരപ്രദേശമുള്ളതിന് എക്സാമ്പിൾ കൂടെയാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും എന്താണ് എമർജ്ഡ് കോസ്റ്റും എന്താണ് സബ്മേർജ്ഡ് കോസ്റ്റ് എന്ന് ആലോചിക്കുകയായിരിക്കും. എടാ മക്കളെ, എമർജ്ഡ് കോസ്റ്റൽ റീജിയൻ എന്ന് വെച്ചാൽ ഒന്നുമില്ല, തീരപ്രദേശങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ അപ്ലിഫ്റ്റ്മെന്റിന്റെ ഒക്കെ ഭാഗമായിട്ട് കരഭാഗം ഉയർത്തപ്പെടുകയോ സമുദ്രഭാഗം താഴ്ത്തപ്പെടുകയോ ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് ഈ പറയുന്ന ഉയർത്തപ്പെട്ട തീരപ്രദേശങ്ങൾ അല്ലെങ്കിൽ എമർജ്ഡ് കോസ്റ്റൽ റീജിയൻസ് ഒക്കെ രൂപപ്പെടുന്നത്. നമ്മൾ മുമ്പ് റാപ്പിഡ് റിവിഷനിൽ ഈ പറയുന്ന എമർജ്ഡ് കോസ്റ്റലും അതേപോലെ തന്നെ സബ്മേർജ്ഡ് കോസ്റ്റൽ റീജിയനും എന്താണ് എന്ന് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്ക് യൂട്യൂബിൽ കയറി പഴയ റാപ്പിഡ് റിവിഷൻ തീരങ്ങളിലൂടെ എന്നുള്ള ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റാപ്പിഡ് റിവിഷന്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ ആ ഒരു കാര്യം ഓർത്തു വെച്ചിരിക്കുക. എമർജ്ഡ് കോസ്റ്റൽ റീജിയൻ എന്ന് വെച്ചാൽ അതാണ്. സബ്മേർജ്ഡ് കോസ്റ്റൽ റീജിയൻ എന്ന് പറയുമ്പോൾ സബ്സിഡൻസ് അല്ലെങ്കിൽ അവതലനം അല്ലെങ്കിൽ താഴ്ച പോലുള്ള എന്തെങ്കിലും കാര്യങ്ങളുടെ ഫലമായിട്ട് തീരദേശത്തെ കരഭാഗം താഴുകയോ അല്ലെങ്കിൽ സമുദ്ര ജലനിരപ്പ് ഉയരുകയോ ചെയ്യുമ്പോഴാണ് താഴ്ത്തപ്പെട്ട പ്രദേശം അല്ലെങ്കിൽ ഈ പറയുന്ന താഴ്ത്തപ്പെട്ട തീരങ്ങൾ പൊതുവെ രൂപപ്പെടുന്നത്. അതാണ് ഈ പറയുന്ന താഴ്ത്തപ്പെട്ട തീരങ്ങൾ അല്ലെങ്കിൽ സബ്മേർജ്ഡ് കോസ്റ്റൽ റീജിയൻസിന് ഉദാഹരണം എന്ന് പറയുന്നത്. മനസ്സിലായോ? സോ ഇതാണ് സബ്മേർജ്ഡ് കോസ്റ്റൽ റീജിയന്റെ പ്രത്യേകത. അപ്പോൾ എന്താണ് സബ്മേർജ്ഡ് കോസ്റ്റൽ റീജിയൻ എന്നും എന്താണ് എമർജ്ഡ് കോസ്റ്റൽ റീജിയൻ എന്നും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് ക്രോഡീകരിച്ച് മുന്നിലേക്ക് പോകാമല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. താഴ്ത്തപ്പെട്ട തീരവും ഉയർത്തപ്പെട്ട തീരവും എന്താണ്? അതാണ് തുടക്കത്തിൽ പറയുന്നത്. തീരപ്രദേശങ്ങളിൽ ഉത്ഥാനം അല്ലെങ്കിൽ അപ്ലിഫ്റ്റ്മെന്റ് പോലുള്ള ഭൗമ പ്രവർത്തനത്താൽ തീരദേശത്തെ കരഭാഗം ഉയരുകയോ സമുദ്രനിരപ്പ് താഴുകയോ ചെയ്യുന്നു. ഇതിന്റെ ഫലമായി കടൽ പിൻവാങ്ങി രൂപപ്പെടുന്ന തീരങ്ങളാണ് ഉയർത്തപ്പെട്ട തീരങ്ങൾ അല്ലെങ്കിൽ എമർജ്ഡ് കോസ്റ്റൽ റീജിയൻ എന്ന് വിളിക്കുന്നത്. അവതലനം അല്ലെങ്കിൽ സബ്സിഡൻസ് പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തീരദേശത്തെ കരഭാഗം താഴുകയോ സമുദ്ര ജലനിരപ്പ് ഉയരുകയോ ചെയ്യുന്നു. ഇതിന്റെ ഫലമായി കരയിലേക്ക് കടൽ കയറി രൂപപ്പെട്ട തീരങ്ങളാണ് താഴ്ത്തപ്പെട്ട തീരങ്ങൾ അല്ലെങ്കിൽ സബ്മേർജ്ഡ് കോസ്റ്റൽ റീജിയൻ. അപ്പൊ സബ്സിഡൻസും സബ്മേർജ്ഡും അപ്ലിഫ്റ്റ്മെന്റും എമർജ്ഡ് കോസ്റ്റൽ റീജിയനും ആ രണ്ട് വാക്കുകളും രണ്ട് പെയർ വെച്ച് എന്ത് ചെയ്യുക, ലോക്ക് ചെയ്തിടുക, പിന്നെ ഒരിക്കലും മറന്നു പോകത്തില്ല. അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടും ഈ ഒരു താഴ്ത്തപ്പെട്ട തീരവും ഉയർത്തപ്പെട്ട തീരവും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. പടിഞ്ഞാറൻ തീരസമതലം ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇടുങ്ങിയ ഭൂപ്രദേശമാണ് പടിഞ്ഞാറൻ തീരസമതലം എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെ ഏകദേശം 1840 കിലോമീറ്റർ നീളത്തിൽ കാണപ്പെടുന്നു. സോ ഈ ഒരു നീളം കൃത്യമായിട്ട് പറയുന്നുണ്ട് മക്കളെ, അതുകൊണ്ട് ആ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. 1840 കിലോമീറ്റർ. വീതിയും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 10 കിലോമീറ്ററിനും 15 കിലോമീറ്ററിനും ഇടയിലാണ്. സോ നീളം എന്ന് പറയുന്നത് 1840 ആണ്. വീതി എന്ന് പറയുന്നത് 10 മുതൽ 15 കിലോമീറ്റർ ആണ്. മറന്നു പോകരുത്. ഇതൊരു താഴ്ത്തപ്പെട്ട തീരമാണ്, സബ്മേർജ്ഡ് കോസ്റ്റൽ റീജിയൻ ആണ്. പടിഞ്ഞാറൻ തീരസമതലത്തെ 3 ഭാഗങ്ങളായി തിരിക്കാം. 1 ഗുജറാത്ത് തീരം, 2 കൊങ്കൺ തീരം, 3 മലബാർ തീരം. സോ പടിഞ്ഞാറൻ തീരസമതലത്തെ 3 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. 1 ഗുജറാത്ത് തീരം, മറ്റൊന്ന് കൊങ്കൺ തീരം, മറ്റൊന്ന് മലബാർ തീരം. സോ ഈ 3 പോയിന്റ് കൂടെ ഓർത്തു വെച്ചിരിക്കുക. ഏതൊക്കെയാണ്? ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം. മറന്നു പോകരുത്. എങ്കിൽ അടുത്തത് കിഴക്കൻ തീരസമതലത്തെ കുറിച്ചുള്ള കാര്യമാണ്. പൂർവഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന താരതമ്യേന വീതി കൂടിയ തീരസമതലമാണ് കിഴക്കൻ തീരസമതലം. മഹാനദി ഡെൽറ്റ പ്രദേശം മുതൽ കന്യാകുമാരി വരെ ഏകദേശം 1800 കിലോമീറ്റർ നീളമുള്ള കിഴക്കൻ തീരസമതലം മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി തുടങ്ങിയ ഉപദ്വീപീയ നദികളുടെ നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായി രൂപപ്പെട്ടതാണ്. മക്കളെ കണ്ടല്ലോ, ഈ പറയുന്ന കിഴക്കൻ തീരസമതലം എങ്ങനെ രൂപപ്പെട്ടു എന്ന് അവിടെ എടുത്തു പറയുന്നുണ്ട്. 1800 കിലോമീറ്റർ നീളമുള്ള കിഴക്കൻ തീരസമതലം മഹാനദിയും കൃഷ്ണ, ഗോദാവരി, കാവേരി തുടങ്ങിയ നദികളുടെ നിക്ഷേപണ ഫലമായിട്ടാണ് രൂപപ്പെട്ടത്. ഇതൊരു ഉയർത്തപ്പെട്ട തീരമാണ്, എമർജ്ഡ് കോസ്റ്റൽ തീരമാണ്. മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി എന്നീ നദികളുടെ ഡെൽറ്റകൾ ഉൾപ്പെട്ടതാണ് ഈ തീരസമതലം. അപ്പോൾ മഹാനദിയും കൃഷ്ണയും ഗോദാവരി, കാവേരി ഈ നദികളുടെ ഡെൽറ്റകൾ ഉൾപ്പെട്ടതാണ് ഈ തീരസമതലം എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ ഇതാണ് കിഴക്കൻ തീരസമതലത്തെ കുറിച്ച് ഓർത്തിരിക്കേണ്ട കാര്യം. അപ്പോൾ പടിഞ്ഞാറൻ തീരത്തെക്കുറിച്ചും കിഴക്കൻ തീരത്തെക്കുറിച്ചും ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് തന്നു. എങ്കിൽ ഓട്ടിച്ച് ഞാൻ അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. മണ്ണിനത്തെ കുറിച്ചുള്ള കാര്യം. നമ്മൾ മണ്ണിന്റെ പ്രത്യേകത എന്താണ്, തീരസമതലത്തിലെ മണ്ണിന്റെ പ്രത്യേകത എന്താണ് എന്ന് മുമ്പ് പറഞ്ഞു. അതിലേക്കാണ് കടക്കുന്നത്. സോ നദികളുടെയും തിരമാലകളുടെയും നിക്ഷേപണ പ്രക്രിയയിലൂടെ രൂപപ്പെടുന്ന നിക്ഷേപ മണ്ണാണ് ഇവിടെ കാണപ്പെടുന്നത്.
തീരപ്രദേശത്ത് പൊതുവെ കാണപ്പെടുന്നത് നിക്ഷേപണ മണ്ണാണ്. മണൽ നിറഞ്ഞ മണ്ണും മഞ്ഞയും ചുവപ്പും നിറവുമുള്ള ലാറ്ററൈറ്റ് മണ്ണും കറുത്ത കളിമണ്ണും ജൈവാംശം കൂടിയ പീറ്റ് മണ്ണും പടിഞ്ഞാറൻ തീരങ്ങളിൽ കാണപ്പെടുന്നു. അപ്പൊ പടിഞ്ഞാറൻ തീരങ്ങളിൽ ഏതൊക്കെ മണ്ണുണ്ടെന്ന് ഇവിടെ എടുത്തു പറയുന്നുണ്ട്. മണൽ നിറഞ്ഞ മണ്ണും മഞ്ഞയും ചുവപ്പും നിറമുള്ള ലാറ്ററൈറ്റ് മണ്ണും കറുത്ത കളിമണ്ണും ജൈവാംശം കൂടിയ പീറ്റ് മണ്ണും പടിഞ്ഞാറൻ തീരങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. കിഴക്കൻ തീരങ്ങളിൽ കൂടുതലും എക്കൽ മണ്ണാണ് കാണപ്പെടുന്നത്. ചിലയിടങ്ങളിൽ മണൽ നിറഞ്ഞ ചെങ്കൽ മണ്ണും കറുത്ത മണ്ണും കാണപ്പെടുന്നു. അപ്പൊ ഈ പറയുന്ന തീരപ്രദേശങ്ങളിലെ മണ്ണിനത്തിനെ നമുക്കിവിടെ തരംതിരിക്കാം. ഒന്ന് ഗുജറാത്ത് തീരപ്രദേശം. ഗുജറാത്ത് തീരപ്രദേശത്തിലുള്ള മണ്ണിനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കണ്ടല്ലോ, കറുത്ത മണ്ണ്, തീരദേശ എക്കൽ മണ്ണ്, ലവണ മണ്ണ്. ഒരു ടേബിൾ ആയിട്ട് തന്നെ നമ്മുടെ SCERT കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും ഡയറക്റ്റ് ആയിട്ടൊരു ചോദ്യമാണ് PSC ചോദിച്ചത്. അപ്പൊ ഇനിയും ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തത് കൊങ്കൺ തീരപ്രദേശം. കൊങ്കൺ തീരപ്രദേശത്ത് ഏതൊക്കെ മണ്ണാണെന്ന് ചോദിച്ചാൽ കറുത്ത മണ്ണും ലാറ്ററൈറ്റ് മണ്ണും. ഏതൊക്കെ മണ്ണാണ്? കറുത്ത മണ്ണും ലാറ്ററൈറ്റ് മണ്ണും. അടുത്തത് മലബാർ തീരപ്രദേശം. മലബാർ തീരപ്രദേശത്തേക്ക് പോയാൽ എക്കൽ മണ്ണും പീറ്റ് മണ്ണും. ഏതൊക്കെ മണ്ണാണ്? എക്കൽ മണ്ണും പീറ്റ് മണ്ണും. അടുത്തതായി കിഴക്കൻ തീരപ്രദേശം. കിഴക്കൻ തീരപ്രദേശത്തേക്ക് പോയാലോ തീരദേശ എക്കൽ മണ്ണ്, ഡെൽറ്റ എക്കൽ മണ്ണ്. സോ ഈ പറയുന്ന കിഴക്കൻ തീരപ്രദേശത്തേക്ക് പോകുമ്പോൾ തീരദേശ എക്കൽ മണ്ണും ഡെൽറ്റ എക്കൽ മണ്ണുമാണ് നിങ്ങൾ കാണുന്നത്. എങ്കിൽ അടുത്തതായിട്ട് ലക്ഷദ്വീപിലേക്ക് പോയാൽ ലക്ഷദ്വീപിലുള്ളത് പവിഴ മണൽ മണ്ണാണ്. ഏതാണ്? പവിഴ മണൽ മണ്ണ്. ദെൻ ലാസ്റ്റ് വൺ ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. സമുദ്രജന്യ മണൽ മണ്ണ്, അതുപോലെ എക്കൽ മണ്ണും. സോ ഈ പറയുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപിലുള്ളത് ഏതാണ്? സമുദ്രജന്യ മണൽ മണ്ണ്, എക്കൽ മണ്ണ്. അപ്പോൾ എഗെയിൻ ഈ ഒരു ചോദ്യവും നമ്മുടെ SCERT-ൽ നിന്ന് വന്നിട്ടുള്ള ഒരു പ്യുവർ ക്വസ്റ്റ്യന്റെ എക്സാമ്പിൾ ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ തീരപ്രദേശവുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടെ നിങ്ങൾക്ക് മനസ്സിലായി. തീരപ്രദേശത്തെക്കുറിച്ചൊരു ഐഡിയയും മണ്ണിനത്തെക്കുറിച്ചുള്ള ഒരു കാര്യവും നിങ്ങൾക്ക് ഇപ്പോൾ വ്യക്തമായി മനസ്സിലായി. എങ്കിൽ മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണത്തിൽ പ്രധാന കാർഷിക വിളയായ ഗോതമ്പ് ഉൾപ്പെടുന്നത് ഏതിലാണ്? ഓപ്ഷൻ എ റാബി വിള, ഓപ്ഷൻ ബി ഖാരിഫ് വിള, ഓപ്ഷൻ സി സൈദ് വിള, ഓപ്ഷൻ ഡി തിനവിള. 2025 മാർച്ച് മാസം നടന്ന ഒരു എക്സാമിന്റെ ചോദ്യമാണിത്. 121/2024 എന്ന കാറ്റഗറി നമ്പർ. ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം, ഒരു സംശയവുമില്ല, എല്ലാവർക്കും നന്നായിട്ട് അറിയാം. എടാ മക്കളെ, ഇതും SCERT-ന്ന് തന്നെയാണ് ചോദിച്ചത്. നമ്മൾ വ്യക്തമായിട്ട് നമുക്കൊരു കാര്യം അറിയാം. നമുക്ക് പ്രധാനമായും 3 കാലഘട്ടങ്ങളാണുള്ളത്. ഒന്ന് ഖാരിഫ്, മറ്റൊന്ന് റാബി, മറ്റൊന്ന് സെയ്ദ്. ഇതിലെ ഖാരിഫ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഈ പറയുന്ന ഖാരിഫ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ഖാരിഫിന്റെ സമയത്താണ് ഉഷ്ണമേഖലാ വിളകളായിട്ടുള്ള നെല്ല്, പരുത്തി, ബജ്ര, തുവര ഇതുപോലെയുള്ള വിളകൾ നമ്മൾ കൃഷി ചെയ്യാറുള്ളത്. അതുപോലെ ഈ പറയുന്ന റാബി മാസം എന്ന് പറയുന്നത് ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ്. ഒക്ടോബർ മുതൽ മാർച്ച് വരെ മിതോഷ്ണ ഉപോഷ്ണ വിളകളാണ് പ്രധാനമായും റാബി വിളയിൽ നമ്മൾ കൃഷി ചെയ്യാറുള്ളത്. ഗോതമ്പും പയറുവർഗ്ഗങ്ങളും ബാർലിയും കടുകുവർഗ്ഗങ്ങളൊക്കെ പൊതുവേ നമ്മൾ കൃഷി ചെയ്യുന്നത് ഈ ഒരു റാബി കാലഘട്ടത്തിലാണ്. അത് കഴിഞ്ഞാൽ മക്കളെ സെയ്ദ് എന്ന് പറയുന്നത് ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ്. ഏപ്രിൽ മുതൽ ജൂൺ വരെ. എടാ മക്കളെ, സെയ്ദ് കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും വരുന്നത് പഴങ്ങളും പച്ചക്കറികളും കാലിത്തീറ്റ പോലുള്ളവയാണ് പ്രധാനമായിട്ടും ഈ ഒരു സെയ്ദിന്റെ സമയത്ത് കൃഷി ചെയ്യാറുള്ളത്. എടാ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, ഈ പറയുന്ന ഏപ്രിൽ ജൂൺ മാസം. എടാ ഏപ്രിൽ ജൂൺ നമ്മുടെ ഇപ്പോഴത്തെ ജൂലൈ മാസമൊക്കെ ആയി. റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നതാണ് ഈ പറയുന്ന ഡ്രാഗൺ ഫ്രൂട്ടും ഈ പറയുന്ന റംബൂട്ടാൻ, പേരയ്ക്ക, ഇതൊക്കെ നിങ്ങളിപ്പോൾ കാണുന്നതാണ്. ഇപ്പൊ നമുക്കറിയാം സെയ്ദിന്റെ പീരീഡ് എന്ന് പറയുന്നത് ഏകദേശം ഈ പറയുന്ന ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ്. സോ പൊതുവേ നമ്മൾ ആ ഒരു ഫ്രൂട്ട്സിന്റെ ഒക്കെ സീസൺ എന്ന് പറയുന്നതും ഏകദേശം ഈ ഒരു ടൈമാണ്. സോ ഇതാണ് ഈ പറയുന്ന കാർഷിക കാലഘട്ടങ്ങൾ എന്നൊക്കെ പറയുന്ന കാര്യം. അപ്പൊ പ്രധാനമായിട്ടും നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ കാർഷിക കാലഘട്ടങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ പറയുന്ന നോർത്ത് ഇന്ത്യയിലേക്ക് നമ്മൾ പോകുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ കൃത്യമായി ഈ പറയുന്ന ഖാരിഫിന്റെ സമയത്ത് അവർ നെല്ല് കൃഷി ചെയ്യുന്നു, റാബിയുടെ സമയത്ത് ഗോതമ്പ് കൃഷി ചെയ്യുന്നു, സെയ്ദിന്റെ സമയത്ത് ഈ പറയുന്ന പഴങ്ങളും പച്ചക്കറികളും ഒക്കെ കൃഷി ചെയ്യുന്നു. നമ്മുടെ കേരളത്തിൽ വരുമ്പോഴും നമ്മൾ അങ്ങനെയാണോ കൃഷി ചെയ്യുന്നത്? നമ്മുടെയൊക്കെ വീട്ടിൽ പറയാറുണ്ട്, അയ്യോ സെയ്ത് കഴിഞ്ഞു, ഇനിയിപ്പോ പച്ചക്കറി ഒന്നും നട്ടാൽ കായ്ക്കൂല എന്ന് നമ്മൾ പറയോ? നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടോ? ഒരിക്കലും സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു കാറ്റഗറൈസേഷന്റെ ആവശ്യമില്ല സത്യത്തിൽ. അതിന്റെ കാരണം എന്ന് പറയുന്നത് രണ്ട് സൈഡിലും നമുക്ക് തീരപ്രദേശം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ കാലാവസ്ഥ ഒരു സൂട്ടബിൾ ആയിട്ടുള്ള കാലാവസ്ഥയാണ്. അതായത് കേരളത്തിൽ നിങ്ങൾ നോക്കിയാൽ റാബിയുടെ സമയത്തും ഇവിടെ നെല്ല് കൃഷി ചെയ്യുന്നുണ്ട്, ഖാരിഫിന്റെ സമയത്തും നെല്ല് കൃഷി ചെയ്യുന്നുണ്ട്, സെയ്ദിന്റെ സമയത്തും നെല്ല് കൃഷി ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ അങ്ങനെ ഒരു തരംതിരിവിന്റെ ആവശ്യം ഇല്ല. നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് ക്രോഡീകരിക്കാം. അപ്പൊ പ്രധാനമായിട്ടും ഖാരിഫ്, റാബി, സെയ്ദ് എന്നിങ്ങനെ 3 വ്യത്യസ്ത കാർഷിക കാലങ്ങളിലായാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വിവിധ ഇനം വിളകൾ കൃഷി ചെയ്യുന്നത്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിനോട് ചേർന്ന് വരുന്ന കാർഷിക കാലമാണ് ഖാരിഫ്.
സോ ഖാരിഫ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിനോട് ചേർന്ന് വരുന്ന ഒരു കാർഷിക കാലമാണ്. ശൈത്യകാലത്തിന്റെ വരവോടെ ആരംഭിക്കുന്ന കാർഷിക കാലമാണ് റാബി. അപ്പോ ശൈത്യകാലത്തിന്റെ ആരംഭത്തിൽ വരുന്നത് റാബി, എന്നാൽ ഈ പറയുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്തോട് ചേർന്ന് വരുന്നത് ഖാരിഫാണ്. റാബി വിളകളുടെ വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സൈദ്. പ്രധാനമായിട്ടും കാർഷിക കാലങ്ങളെ മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന് ഖാരിഫ്, മറ്റൊന്ന് റാബി, മറ്റൊന്ന് സെയ്ദ്. ഖാരിഫ് എന്ന് പറയുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. സോ ഖാരിഫ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. ഉഷ്ണമേഖല വിളകളായ നെല്ല്, പരുത്തി, ചണം, ബജ്റ, തുവര മുതലായവ. റാബി ആണെങ്കിൽ ഒക്ടോബർ മുതൽ മാർച്ച് വരെ. മിതോഷ്ണ ഉപോഷ്ണ വിളകളായിട്ടുള്ള ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുകുവർഗ്ഗങ്ങൾ, ബാർലി, ഇതാണ് പ്രധാനമായിട്ടും റാബിയിൽ വരുന്നത്. ദെൻ സെയ്ദ് ഏപ്രിൽ മുതൽ ജൂൺ വരെ. പഴങ്ങൾ, പച്ചക്കറികൾ, കാലിത്തീറ്റ മുതലായവയാണ് സെയ്ദിൽ ഉൾപ്പെടുന്നത്. സോ ഇതാണ് പ്രധാനപ്പെട്ട നമ്മുടെ 3 കാലഘട്ടങ്ങൾ, ഖാരിഫും റാബിയും സെയ്ദും. ആ 3 കാലഘട്ടവും എടുത്തു പറഞ്ഞു. ഖാരിഫ് എന്ന് പറയുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്, റാബി എന്ന് പറയുന്നത് ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ്, സൈദ് എന്ന് പറയുന്നത് ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ്. ഈ ഒരു ടേബിൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും. ഞാൻ അവസാനം നിങ്ങളോട് പറഞ്ഞു ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും നമുക്ക് ഇങ്ങനെ ഒരു വർഗീകരണത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. നമ്മുടെ NCERT-ക്കകത്തുള്ള ഒരു ചെറിയ കട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. എക്സാമ്പിളൊക്കെ ആ സിമിലർ നമ്മൾ SCERT-ൽ പഠിക്കുന്നത് തന്നെയാണ്. പക്ഷെ ജസ്റ്റ് ആ ഒരു ടേബിളിൽ 2 ടേബിൾ അഡീഷണൽ ആയിട്ട് വന്നു. ഒന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എന്താണ്, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എന്താണ്. ഖാരിഫ് നമുക്കറിയാം ജൂൺ മുതൽ സെപ്റ്റംബർ മാസം വരെ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ നെല്ല്, പരുത്തി, ബജ്റ, ചോളം, അരിച്ചോളം, തുവര. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വരുമ്പോൾ ഇവിടെ നെല്ല്, ചോളം, റാഗി, അരിച്ചോളം, നിലക്കടല. ഇനി റാബിയിലേക്ക് നമുക്ക് പോവാം. ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള കാലഘട്ടം. പ്രധാനമായിട്ടും ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുകുവർഗ്ഗങ്ങൾ, ബാർലി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തോ നെല്ല്, ചോളം, റാഗി, നിലക്കടല, അരിച്ചോളം. ഇനി സെയ്ദ് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലഘട്ടം. ആ ഒരു ഫേസിൽ നോർത്ത് ഇന്ത്യയിലേക്ക് പോയാൽ പഴങ്ങളും പച്ചക്കറികളും കാലിത്തീറ്റയും. എന്നാൽ നമ്മുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോയാലോ നെല്ല്, പച്ചക്കറികൾ, കാലിത്തീറ്റ. അതായത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ പറയുന്ന ഖാരിഫിന്റെ സെയ്ദിന്റെയും സമയത്ത് 3 സമയത്തും എന്തുണ്ട്, നെല്ല് ഉൽപാദനമുണ്ട്, അല്ലെങ്കിൽ നെൽകൃഷിയുണ്ട്. സോ ഇതാണ് പ്രധാനമായിട്ടും ഈ ഒരു കാർഷിക കാലഘട്ടങ്ങളിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇന്നത്തെ ദിവസം നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചത് 3 മേഖലകളെയാണ് കവർ ചെയ്യാൻ പറ്റിയത്. ഒന്ന് നദികളുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമായിരുന്നു. നമ്മൾ 4 ചോദ്യങ്ങൾ എടുത്തു. ആ 4 ചോദ്യങ്ങളും സൂചിപ്പിക്കുന്നത് നദികളുമായി റിലേറ്റ് ചെയ്ത ഫാക്ട്സ് ആയിരുന്നു. പ്രധാനപ്പെട്ട ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദികളും നമ്മൾ നോക്കി, അവയുടെ ഉത്ഭവം നോക്കി, എന്താണ് ഡ്രെയിനേജ് ഏരിയ, എന്താണ് കാച്ച്മെന്റ് ഏരിയ, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പഠിച്ചു, എന്താണ് വാട്ടർ ഡിവൈഡ് എന്ന് പഠിച്ചു. പ്രധാനപ്പെട്ട നദികളും അവയുടെ പോഷക നദികളെയും അവയുടെ ഉത്ഭവവും അവരുടെ നീർത്തടം ഏതൊക്കെ സംസ്ഥാനങ്ങളിലായാണ് വ്യാപിച്ചു കിടക്കുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കി. അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത് കടന്നു ചെന്നത് മണ്ണുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യയുടെ തീരപ്രദേശവുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ രണ്ടാമത് പ്രധാനമായിട്ട് മനസ്സിലാക്കിയത്. ഫൈനലി മൂന്നാമത്തെ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് കാർഷിക കാലഘട്ടങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഈ 3 മേഖലകളിലെ കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. സോ ഈ 3 ചോദ്യങ്ങളും ഈ 3 ചോദ്യങ്ങളോട് അനുബന്ധിച്ച് നമ്മൾ പറഞ്ഞ മറ്റെല്ലാ കാര്യങ്ങളും നിങ്ങൾക്കൊരു റിവിഷന് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. എക്സാം എക്സ്പ്രസിന്റെ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.